പിന്തുണ തേടൽ. ഇങ്ങനെ 4.5 മണിക്കൂറാണ് നമ്മുടെ ഈ സൈനിക നടപടിയെങ്കിലും നാം നേടിയെടുത്ത പിന്തുണ, നാം നേടിയെടുത്ത ഈ കാര്യത്തിലുള്ള കൃത്യമായ നിലപാടിൻ്റെ വിജയം, ഇതൊക്കെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായി രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഈ ഓപ്പറേഷൻ വിജയകരമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സൈന്യത്തെ സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്ന് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ഇത് പറയുന്നുള്ളൂ. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒഴിവാക്കാനാകാത്ത ഒരു തിരിച്ചടി നൽകേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം 10 മാസത്തിനിടയിൽ 2 ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ മൊറയിൽ ഇൻഫാക്ട് ദ ആർമി വാസ് ബ്ലീഡിങ് ഫോർ ക്വൈറ്റ് സം ടൈം. അവരുടെ ആ ഒരു സ്വാഭാവികമായ പ്രതികാര വാഞ്ച ഇതെല്ലാം ഉണ്ട്. രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, എല്ലാ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. ശരിയാണ്, നമ്മൾ കഴിഞ്ഞ ഏറെ കാലമായി പാകിസ്ഥാനുമായി ഓടുള്ള നയസമീപനം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റേതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സൗഹൃദം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളാണ് പാകിസ്ഥാൻ ഈസ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. പാകിസ്ഥാൻ എന്തുമാകാം എന്ന് പറഞ്ഞ പോലെയാണ്. അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ ഇതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റേക്സ് ആർ വെരി ഹൈ. നമ്മൾ ലോകത്ത് തന്നെ തലയെടുപ്പുള്ള രാഷ്ട്രമാണ്. നമുക്കൊരു യുദ്ധം ചെയ്യാനുള്ള ത്രാണിയില്ലാണ്ടോ ശേഷിയില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് നമ്മുടെ എക്കോണമിയെയും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയും ഒക്കെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യും. വി ആർ ഇൻ എ ഡിഫറെൻറ്റ് പ്ലാങ്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ നയം രൂപീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബദ്രുകുമാർ സാർ പറഞ്ഞതും വേണു സജസ്റ്റ് ചെയ്തതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒഫീഷ്യൽ ബ്രീഫിംഗ് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്താ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും അതിർത്തി ലംഘിച്ച് അങ്ങോട്ട് പോയി ചെയ്യില്ല. കാരണം അതൊരു ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. UN എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ളതാണ്. അതിർത്തി കടന്ന് ആക്രമിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഒഫീഷ്യൽ ബ്രീഫിംഗ് ആ ലെവലിലേ വരത്തുള്ളൂ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്ന എന്താണ്, പാകിസ്ഥാൻ്റെ 2 സൈനികർ മരിച്ചു എന്നുള്ള റാവൽപിണ്ടിയിൽ നിന്നുള്ള സ്ഥിരീകരണം വന്ന ഉടനെ ന്യൂഡൽഹി അല്ലെങ്കിൽ ഇന്ത്യൻ കേന്ദ്രങ്ങൾ അത് നിഷേധിച്ചു. കാരണം എന്താ, ഇഫ് അറ്റ് ഓൾ ദർ വാസ് ആൻ അറ്റാക്ക്, ഇറ്റ് വാസ് നോട്ട് വിത്ത് പാകിസ്ഥാൻ. അതാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിച്ചത്. ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഭീകരർ അവിടെ ഉണ്ടെങ്കിൽ we will have to deal with them, but not with Pakistan. ഇന്ത്യ ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വി ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു എ വാർ വിത്ത് പാകിസ്ഥാൻ. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ച ഭീകരർക്കെതിരെ അത് ലൈൻ ഓഫ് കൺട്രോളിലാണ് എന്ന് സൈന്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒഫീഷ്യൽ ബ്രീഫിങ്ങിൽ ലൈൻ ഓഫ് കൺട്രോൾ വിട്ട് ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ പാകിസ്ഥാൻ സാധാരണഗതിയിൽ പെരുപ്പിച്ച് കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, വളരെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ തിരിച്ചാണ് ഉണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ വീക്ഷണമുള്ളത്, സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ആർമിക്കും പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഇതുണ്ടാക്കിയ ഒരു കാഷ്വാലിറ്റി ഉണ്ട്. അതായത് ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത് ഒരു മേധാവിത്വം ഉണ്ടാക്കി അവർ ആഗ്രഹിക്കുന്ന കശ്മീരിൽ അവർക്ക് അനുകൂലമായ ഇമോഷണോ സെൻറ്റിമെൻറ്റ്സോ ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ഇതുപോലൊരു റിട്ടാലിയേഷൻ ഉണ്ടായിക്കഴിയുമ്പോൾ അതിനോടൊരു പക്ഷേ ആ റിട്ടാലിയേഷനോട് പാകിസ്ഥാനിലെ ജനങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സൈന്യം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഇന്ത്യയോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ മൊറയിൽ വളരെ ഡൗൺ ആവും. പാകിസ്ഥാൻ ആർമിയുടെ മൊറയിൽ, പാകിസ്ഥാൻ ആർമിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഭീകരവാദ ഗ്രൂപ്പുകളുടെ മൊറയിൽ ദേ വിൽ ഗെറ്റ് അപ്സെറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ലഘൂകരിച്ച് കാണിക്കാനുള്ള ഒരു പരിശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാകാം. പക്ഷേ ഒരു ഡ്യൂ റിട്ടാലിയേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഡിസർവ് ചെയ്യുന്ന ഒരു റിട്ടാലിയേഷൻ ഇന്ത്യ കൊടുത്തു എന്നാണ് എല്ലാത്തിൽ നിന്നും ഗ്യാദർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു രാജ്യവും ഇതുവരെ ഇന്ത്യ രാജ്യം ചെയ്തത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ഇന്ത്യയുടെ ക്രെഡൻഷ്യൽസിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഇത് കൈകാര്യം ചെയ്ത രീതിയിലും തീർച്ചയായിട്ടും നല്ല ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ കോൺസെൻസ് ഉണ്ട്. എല്ലാവരും രാജ്യത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും അൺഫ്ലിഞ്ചിങ് സപ്പോർട്ടാണ്
ഇൻസ്ട്രക്ഷനാണ് ഗവൺമെൻറ് നൽകിയത്. ആർമിയെ ഏറ്റവും ഹൈ മൊറയിൽ നിർത്തുന്നത് പോലെ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്ഷനെ ഏറ്റവും വലിയ രീതിയിൽ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് രാജ്യത്ത് രാഷ്ട്രീയപരമായി ഒറ്റക്കെട്ടായി നിന്ന് രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന ഒരു സന്ദേശം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കൊടുക്കാൻ കഴിഞ്ഞതും ഭരണപക്ഷം ആ രീതിയിൽ കൈകാര്യം ചെയ്തതും നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഇതിൻ്റെ റാമിഫിക്കേഷൻസ് എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളാണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാനും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം നമ്മൾക്ക് ഗുണകരമല്ല. ഇന്ത്യ ബ്ലഡ് തേഴ്സ്റ്റി ആയിട്ടുള്ള ഒരു കൺട്രി അല്ല. നമ്മുടെ കൾച്ചർ അതല്ല. നമ്മൾ ഒരുപക്ഷെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചൊല്ലുപോലെ ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് അദ്ദേഹം പറഞ്ഞാണ് എൻ്റെ ശരി. ഒഫീഷ്യൽ ബ്രീഫിങ്ങിനപ്പുറം വരുന്ന ന്യൂസ് ഏജൻസീസിൻ്റെ ഇതെല്ലാം ഇതുപോലത്തെ കാര്യങ്ങളിൽ ടു വാട്ട് എക്സ്റ്റെൻറ്റ് നമുക്ക് റിലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓഫ് കോഴ്സ് ഒരു ഡിപ്ലോമാറ്റായിരുന്ന അദ്ദേഹത്തിന് കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയും. ബട്ട് അറ്റ് ദിസ് സ്റ്റേജ് നമ്മുടെ പുറമെ മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഡ്യൂ റിറ്റാലിയേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അർഹിക്കുന്ന ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ച് സൈന്യത്തെ സംബന്ധിച്ച് നമ്മൾ ഓരോ പൗരന്മാരെ സംബന്ധിച്ചും ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഗവൺമെൻറ് മുഴുവൻ പിന്തുണയും ഇന്ത്യൻ സൈന്യത്തിന് മുക്തകണ്ഠം പ്രശംസയും അവരുടെ മുറയിൽ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടി എന്നതിൽ കോൺഗ്രസിൻ്റെ നിലപാട്. ശ്രീ പി രാജീവ്, ഇവിടെ ശ്രീ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക, അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമാണ് സാഹചര്യം എന്ന് വിലയിരുത്താൻ കഴിയില്ലേ? അതായത് ഇപ്പോൾ നാം അങ്ങോട്ടേക്ക് ആക്രമിച്ചത് പാക് സൈന്യത്തെയല്ല, പാക് ജനതയല്ല, ഭീകര ക്യാമ്പുകളെയാണ്. തിരിച്ചവർ ആക്രമിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഭീകര ക്യാമ്പുകളില്ല. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊന്ന്, കശ്മീർ കേന്ദ്രീകരിച്ച് അവരെന്തെങ്കിലും ചെയ്യുമോ എന്നതാണ്. അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നാളെ അടിയന്തര യോഗം ചേരുകയാണ് നവാസ് ഷെരീഫ്. അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളിലും ഈ കശ്മീർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണവർ. കൂടാതെ അതിനുശേഷം എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിക്കുന്നു ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭാഗമായി. പിന്നെ സംയുക്ത പാർലമെൻറ്റിൻ്റെ സമ്മേളനം വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ നീങ്ങുകയാണ്. പക്ഷേ നവാസ് ഷെരീഫിന് എത്രയൊക്കെ രാഷ്ട്രീയ അധികാരമുണ്ട്, എത്രമാത്രം ശക്തമായി കാര്യങ്ങൾ നീക്കാൻ കഴിയും എന്നതും സംശയാസ്പദമാണ്. പിന്നെ ഉള്ളത് പാക് സൈന്യത്തിന് ചെയ്യാൻ കഴിയുന്നതാണ്. കശ്മീരിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്ന് നാം ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടനം നടത്തുക തുടങ്ങിയ നീക്കങ്ങൾ അവർ ആസൂത്രണം ചെയ്യും എന്ന ആശങ്കപ്പെടേണ്ടതുണ്ടോ? പൊതുവിൽ നയതന്ത്ര വിദഗ്ധർ സൂചിപ്പിക്കുന്ന ഒരു സാധ്യത എന്നത് ഇന്ത്യൻ ബന്ധമുള്ള ഇന്ത്യക്ക് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുക എന്ന സാധ്യത പാകിസ്ഥാൻ വിനിയോഗിച്ചേക്കുമെന്നാണ്. അതിലാദ്യത്തെ സാധ്യതയായി നയതന്ത്ര വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥലം അഫ്ഗാനിസ്ഥാനാണ് താനും. ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം പാകിസ്ഥാനിൽ നിന്നുണ്ടാകും ഇന്നത്തെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ ഭാഗമായി എന്ന് കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ശ്രീ ഭദ്രകുമാർ പറഞ്ഞ ആ ഭാഗത്തോട് യോജിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നേരെ ചാടി നിഗമനങ്ങളിലേക്ക് എത്താതെ അവധാനതയോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടതുണ്ട്. 2016 ജനുവരിയിലാണ് പത്താൻകോട്ട് നടക്കുന്നത്. അതിനുശേഷം ഉറി ആക്രമണമുണ്ടായി. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകര ആക്രമണം നടക്കുന്നു എന്ന് വരുമ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും രാജ്യത്തിനാകെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണ സംവിധാനത്തിനുണ്ട്, സൈന്യത്തിനുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരുന്നു പാകിസ്ഥാൻ്റെയും ഭീകരവാദികളുടെയും നടപടികളുടെ ഭാഗമായി. അപ്പോൾ ആ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിർത്തി കിടന്നിട്ടാണോ അതിർത്തിക്ക് ഇപ്പുറത്താണോ എന്നുള്ളത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സർവകക്ഷി യോഗത്തിനകത്ത് 2 കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്, 2 കേന്ദ്രങ്ങളിൽ ഇത്തരം ഭീകര ക്യാമ്പുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ പ്രശ്നം അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മുന്നോട്ട് വച്ചിട്ടുള്ള ചില അവർ പറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങൾ സ്വാഭാവികമായിട്ടും ഭീകര കേന്ദ്രങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് വേണു പറഞ്ഞ ആ ഭാഗത്തേക്ക് ചോദ്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നാം കാണേണ്ടത്, ഇവിടെ നേരത്തെ മറ്റ് പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു യുദ്ധത്തിലേക്ക് ഇത് വികസിക്കാതിരിക്കാനുള്ള ഒരു അവധാനത നമ്മൾ കാണിക്കേണ്ടതുണ്ട്.
ആ പ്രതികരണം തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവധാനതയോടുകൂടിയാണ്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കണം എന്ന് തന്നെയാണ് എക്കാലത്തും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഭീകരാക്രമണത്തെ അതിശക്തമായി തന്നെ നേരിടേണ്ടതുണ്ട്. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സൈന്യത്തിനുണ്ട്, ഭരണ സംവിധാനത്തിനുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ നടപടി അതിന് പൊതുവെ സ്വീകാര്യത ലഭിക്കുമ്പോൾ ഇന്നത്തെ അന്തരീക്ഷത്തിൽ യുദ്ധത്തിലേക്ക് വികസിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയവും നയപരവുമായ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ പാകിസ്ഥാൻ ഇവിടെ നേരത്തെ വേണു ചൂണ്ടിക്കാട്ടിയതുപോലെ അവർ ഈ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുകയില്ല. പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താം. കാശ്മീർ എപ്പോഴും സജീവമായി നിലനിർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നതിനേക്കാൾ സൈനിക നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഭീകര സംഘടനകളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലുള്ള തിരിച്ചടിയിലേക്കായിരിക്കും വരിക, പ്രതികരണം എങ്ങനെ വരും എന്ന് നമുക്ക് ഇപ്പോഴൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. സാധാരണഗതിയിൽ പാകിസ്ഥാൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത് LOC മറികടന്നിട്ടില്ല എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ സൈന്യത്തിൻ്റെ മുറയിൽ സംരക്ഷിക്കാവുന്ന പ്രതികരണമായിരിക്കും സാധാരണഗതിയിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെന്ന് ഉണ്ടാവുക. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ മാത്രമല്ല ജനങ്ങളുടെയും ഒരു മുറയിൽ അവരുടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിലുണ്ട്. അതിലേക്ക് ഈ നടപടി സഹായകരമായിട്ടുണ്ടായിരിക്കും. എന്നാൽ അത് യുദ്ധത്തിലേക്ക് വികസിക്കാതിരിക്കാനുള്ള ഒരു പക്വതയും ഇടപെടലുകളുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ആ രൂപത്തിലേക്ക് നീക്കമുണ്ടാക്കുന്നതിന് ഈ സമവായവും രാഷ്ട്രീയമായിട്ടുള്ള സമന്വയവും ഇത്തരത്തിലുള്ള ഇടപെടലുകളും സഹായകരമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി. റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ K. ജേക്കബ് കോശി, ഒരു സൈനികൻ എന്ന നിലയിൽ, പ്രത്യേകിച്ചും ഈ കശ്മീർ അതിർത്തിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ, ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും രാജ്യസുരക്ഷയ്ക്കു വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഈ ദിവസത്തെ എത്രമാത്രം അഭിമാനത്തോടെ വിലയിരുത്തുന്നു? സൈന്യത്തിൻ്റെ ഈ നടപടിയെ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. നമ്മൾ ഇത്രയും നാളും സഹിച്ചു. ഇപ്പോഴാണ് നമ്മളൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജേക്കബ് കോശി, നമ്മുടെ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ എത്രമാത്രം ഉയർത്തുന്നതായിരുന്നു ഈ തീരുമാനം? രാഷ്ട്രീയ ഭരണ നേതൃത്വം ഐക്യത്തോടെ സൈന്യത്തിൻ്റെ നീക്കത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയ ഇന്നത്തെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ രാജ്യത്ത് എല്ലാവരുടെയും ഒപ്പീനിയനായിരുന്നു അവർക്കൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കണമെന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒറ്റക്കെട്ടായി നിന്ന് ഒരു ആക്ഷൻ എടുത്തതിൽ അത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ കൺട്രി. ശ്രീ ജേക്കബ് കോശി, ഈ നടപടി കൊണ്ട് പാകിസ്ഥാനെ വരുതിയിലാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? മേലിലും ഈ ഭീകര ക്യാമ്പുകൾക്ക് പിന്തുണ നൽകുക, ഭീകരന്മാരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുക, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാക്കുക, ഇന്ത്യൻ സൈന്യത്തെ കൊന്നൊടുക്കാൻ നീക്കം നടത്തുക, ഇതിനൊക്കെ തടയിടാൻ ഇന്നത്തെ നമ്മുടെ തിരിച്ചടിക്ക് കഴിയും? ഇന്നത്തെ തിരിച്ചടി കൊണ്ട് എല്ലാം നിൽക്കാൻ പോകുന്നില്ല. നമ്മൾ അവരുടെ ആക്ഷൻസ് വാച്ച് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മളിന്ന് ചെയ്ത പ്രകാരം പിന്നെയും തിരിച്ചടി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് യുദ്ധമാകാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ വിശ്വാസത്തിലെടുത്തിരിക്കുന്നതും. അതുകൊണ്ട് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ അത് മുന്നോട്ട് പോകണം എന്നാണോ? അതോ
ഇപ്പോൾ ദാ ഉത്തരവാദിത്വത്തോടു കൂടി നാം ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് നയതന്ത്ര സഹകരണത്തിൻ്റെ പാതയിലേക്ക് പാക് നേതൃത്വം വരിക, ആ വിധത്തിൽ ഉള്ള ഒരു തുടർ നടപടികളിലേക്കാണോ ഇന്ത്യ പോകേണ്ടത്? ഇന്ത്യ ഈ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പിൽ ചെയ്യാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. അന്താരാഷ്ട്രീയമായിട്ടും എല്ലാ രാജ്യങ്ങളോടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനോടും എല്ലാവരുടെ കോൺഫിഡൻസും എടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഉറിക്കുള്ള മറുപടി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമോ? ഇടവേളയ്ക്ക് ശേഷം.